സോ നമ്മളിന്ന് ലണ്ടന് പോവാണ്. ആൻഡ് എനിക്ക് ഫ്ലൈറ്റ് മോർണിംഗ് 7 മണിക്കാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. ഇവിടെ വീട്ടിൻ്റെ അവിടുന്ന് തന്നെ എയർപോർട്ട് ബസ് ഉണ്ട്. So we are just going to wait for the bus and take the bus to the airport. Yes, it's pretty dark here. പ്രത്യേകിച്ചൊന്നുമില്ല, ഭയങ്കര വിജനത. ഓക്കെ, ഈ ബസ് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ നേരെ എയർപോർട്ടിലോട്ട് പോകുന്ന ബസ്സാണ്. ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ ബസ്സിലിരിക്കേണ്ടി വരും. സോ നമുക്കിപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി സെക്യൂരിറ്റി ചെക്കിനാണ്. ഇവിടെ ഫുൾ നോർവേ ട്രാവൽ ചെയ്യുകയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എയർപോർട്ടിൽ അമ്മാതിരി തിരക്കാം. നമ്മുടെ എത്ര നല്ല സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഇപ്പോൾ ഇനിയിപ്പം ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകണം. അതിനു മുമ്പ് എനിക്ക് ഡ്യൂട്ടി ഫ്രീ എന്തെങ്കിലും വാങ്ങി ചെയ്യാം. നോർവേയിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ചോക്ലേറ്റാണ് കേട്ടോ ഈ ക്വിക്ക് ലഞ്ച്, പിന്നെ ഫ്രേയ എന്ന് പറയുന്ന ഇവിടുത്തെ ബ്രാൻഡിൻ്റെ. എനിക്കത് ഇത്തിരി ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഇമിഗ്രേഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പതിയെ ബോർഡിങ് സ്റ്റാർട്ടായതാണ്. ഫ്ലൈറ്റൊക്കെ ഓൺ ടൈമായിരുന്നു. കറക്റ്റ് ടൈമിന് തന്നെ ഡിപ്പാർട്ടിങ്ങും അറൈവലും ഒക്കെ ഈവൻ കറക്റ്റായിട്ട് തന്നെ നടന്നു. വലിയ ഡിലേയും കാര്യങ്ങളൊന്നും അതിൻ്റെ ഇടയ്ക്ക് വന്നില്ല. നമ്മൾ പാസ്പോർട്ട് കൺട്രോളൊക്കെ കഴിഞ്ഞിറങ്ങി. ജസ്റ്റ് ഞാനൊന്ന് ഡ്യൂട്ടി ഫ്രീയിൽ നിൽക്കുക. എന്തെങ്കിലും സാധനങ്ങൾ ഇവിടുന്നോടുകൂടെ വാങ്ങണമെന്ന് നോക്കിയിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പുറത്തോട്ടേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് ഏകദേശം 1 മണിക്കൂറാണ് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ളത്. ഈ ഏപ്രിൽ മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ചെറി ബ്ലോസത്തിൻ്റെ ടൈമാണല്ലോ. അപ്പം ആ വഴി മുഴുവൻ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. ഞാൻ ഈ വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. മുമ്പ് വീഡിയോ എടുത്തിട്ട് ഗാലറിയിൽ സേവ് ചെയ്യും, ഇപ്പൊ പോസ്റ്റ് ചെയ്യും. ആ വ്യത്യാസം തന്നെ ഉള്ളു. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതേപോലെ എടുക്കത്തില്ലായിരുന്നല്ലോ. ഒന്നാമത്തെ കാര്യം, ഞാൻ അപ്പുറത്ത് വരണം, അതിന്റെ പകുതിയോ ആണെന്നുള്ളൂ. അതിലെനിക്ക് പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലെത്തി. ഇനി എന്തെങ്കിലും കഴിക്കണം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കണം. എനിക്ക് പൊറോട്ട സ്റ്റോറി ഇടും അമ്മ ഉണ്ടെങ്കിൽ. നീയുണ്ട് മറ്റേത് സിനിമയിൽ എടുത്തത് ഇട്ടാ. എന്തോ എന്നെ സിനിമയിൽ എടുത്തടാ. ആ സാധനം അയ്യോ ഞാൻ വൈറലായോ എന്നൊക്കെ. നീ ചൂടിട്ടായിരുന്നല്ലേ? ചൂടിട്ടായിരുന്നല്ലേ? മീൻസ് പുതിയത് ചൂടുള്ളത് എടുത്തിട്ടായിരുന്നല്ലേ? ഞാനിത് കോള് വരും.
പിന്നെ ആഗോള സമാധാനം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇല്ലാത്തോണ്ട് ഉണ്ടാവും. എന്നോട് കറി വേണമല്ലേ? അപ്പം നമ്മൾ റെഡിയായി. നമ്മളല്ല, ഞാൻ റെഡിയായി. ഞങ്ങൾ വന്നൊന്ന് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ വിളിച്ച് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഇപ്പോൾ ഒന്ന് അടുത്തുള്ള പാർക്കിൽ പോകാനായിട്ട് റെഡിയാവുക. ഓരോ നിമിഷവും. അപ്പം ഞാൻ റെഡിയായി. പക്ഷെ വാവയ്ക്ക് ടൈം വേണോ അല്ലേ? മോളെ നീ എല്ലാ വീഡിയോയിലും വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചിരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഹലോ ഗൈസ്, ഞങ്ങളൊരു പാർക്കിലോട്ട് പോകാൻ പോവാണ്. ഫ്ലഷ് കൂടിപ്പോയി ഭാവി. നോക്ക്, ചുമ മാത്രമുണ്ട്. വെട്ടത്തേക്ക് പറയില്ല എന്നൊക്കെ നമ്മൾ ട്യൂൺ ചെയ്യുന്നത് പോലെ അല്ലേ? പക്ഷെ ഞങ്ങൾ ട്യൂൺ ചെയ്തു കത്തും. ഇത്തിരി കത്തട്ടെ. അപ്പോൾ ഓക്കെ, ബൈ. നമ്മുടെ പാർക്കിൻ്റെ പ്ലാൻ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ടൊന്ന് ഒരു മോളിൽ വന്നിരിക്കുക അടുത്തുള്ള. അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പതിയെ കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. ബൈ ബൈ.